ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ തൃശ്ശൂർ പൂരം ആവാറായില്ലേ? എല്ലാവർക്കും അറിയുണ്ടാവും. തൃശ്ശൂർ പൂരം ആവണ ടൈമിൽ നമുക്കിവിടെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യും. തൃശ്ശൂർ എക്സിബിഷൻ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കൊല്ലം പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാണാം. അപ്പം നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മുന്നിൽ തന്നെയാണ് ഈ എക്സിബിഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. എനിക്കൊരു പെർ പേഴ്സൺ 40 ആണ് വരുന്നത്. ഞങ്ങളൊരു 4 പേരുണ്ടായിരുന്നു. പിന്നെ ആദ്യം ചെന്ന് കയറുമ്പോൾ തന്നെ ഈ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ സോഫ സെറ്റ് കവർ അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ലേഡീസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാലകളും കമ്മലും ആ ഒരു സെക്ഷനാണ്. പിന്നെ കിച്ചൺ അപ്ലയൻസസ് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ആൻറ്റിക് ഐറ്റംസ്, നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം നമുക്ക് ഈ തൃശ്ശൂർ എക്സിബിഷന് പോകേണ്ട എല്ലാവർക്കും അറിയുണ്ടാവും ഓൾമോസ്റ്റ് എന്തൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ വേറെ ഒരാൾ കാണുന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്, അത്യാവശ്യം ഈ വഴി പോവുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ കവർ ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യം വില കുറവിന് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ. ബാഗ്സ്, ഷൂസ്, രാജസ്ഥാനി മോഡൽ ചപ്പൽസ്, എനിക്ക് തോന്നുന്നു കൂടുതലും അവിടെ നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അവിടുത്തേതായിട്ടുള്ള കളക്ഷൻസ്, അതായത് നമ്മൾ ബെല്ലറീസ് അങ്ങനത്തെ ഷൂസ് മോഡൽസ് ബാഗ്സ് ഒക്കെ അല്ലേ, രാജസ്ഥാനി ഗുജറാത്തി അങ്ങനത്തെ, എനിക്ക് അങ്ങനത്തെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ മോഡൽസ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാനൊന്നും മേടിച്ചില്ല, വീട്ടിലേക്കുള്ള കുറച്ച് ഐറ്റംസാണ് മേടിച്ചത്. ക്രോക്കറി സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മേടിച്ചത്. പക്ഷേ ഓവറോൾ നല്ലതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഒരാവശ്യത്തിന് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. വില കുറവിനാണ് സാധനങ്ങൾ. അതിൽ ഞാൻ ഇപ്പോൾ ഈ കാണിച്ചാലുണ്ടാവും റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പെർ 100, 150, 6 പീസിന് 150. പിന്നെ ബാംഗിൾസ് ഒരുപാടുണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഫങ്ഷൻസിന് വെയർ ചെയ്യാൻ പറ്റുന്ന ബാംഗിൾസാണ് അവിടെ ഉള്ളത് കേട്ടോ. ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിറങ്ങി അവിടെ ഫാമിലി ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താണ് അവിടെ കളിച്ച ലൈക്ക് 1, 2, 3, 4 അങ്ങനെ നമ്പേഴ്സ് ഉണ്ടാവും. നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഏത് നമ്പറാണോ കിട്ടണത് അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ 2 ബാസ്ക്കറ്റാണ്. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.